കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CM വലിയുല്ലാഹി അവരെ സ്നേഹിക്കുന്നവർ കർണാടകയിൽ നിന്നും തുടങ്ങി അത് കേരളത്തിലൂടെ സഞ്ചരിച്ച് തമിഴ്നാടിൻ്റെ അതിർത്തികളിലും അവിടെയൊക്കെ താമസിക്കുന്ന പരശതം ആളുകൾ ഇവിടെ മടവൂരിലേക്ക് വരികയും അവരുടെ ആത്മീയതയുടെയും അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെയുമെല്ലാം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അതെല്ലാം നേടിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ശുഹദാക്കൾ, ആരിഫീങ്ങൾ, സൂഫിയാക്കൾ അവരെല്ലാം കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളായി ജീവിക്കുകയാണ്. ഭൗതികമായി അവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആത്മീയമായിട്ടുള്ള അവരുടെ സാന്നിധ്യം അതൊരു പ്രദേശത്തിൻ്റെ മാത്രം സാന്നിധ്യമല്ല, അതൊരു രാജ്യത്തിൻ്റെ കൂടി സാന്നിധ്യമായി മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരുപാട് മഹത്തുക്കൾ അവർ രാജ്യത്തിൻ്റെ സാന്നിധ്യമായി മാറുന്നുണ്ട്, അവർ നിരന്തരമായി ഓർമ്മിക്കപ്പെടുന്നുണ്ട്. ഇവിടെ തന്നെ മക്കാം ഷെരീഫിലെ CM വലിയുല്ലാഹി നിരന്തരമായി ഓർമ്മിക്കപ്പെടുകയാണ്. ഒരു ദിവസം തന്നെ എത്ര പരശതം ആളുകളാൽ അവർ ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കണക്കെടുക്കാൻ പോലും സാധിക്കുകയില്ല. എന്നതുപോലെ ഒരുപാട് സൂഫിയാക്കൾ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയാൽ, ഡൽഹിയിലെന്നല്ല ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നിരന്തരമായി ഉച്ചരിക്കപ്പെടുന്ന ഒരു നാമമുണ്ട്, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നത്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല ഉച്ചരിക്കുന്നത്, അതങ്ങനെ ഉച്ചരിക്കപ്പെടുകയാണ്. ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കുള്ള ട്രെയിനിൻ്റെ ആരവം മുഴക്കിയുള്ള ആ യാത്രയല്ല അവിടെ ഓർമ്മിക്കപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ഡൽഹിയിൽ, ആ ഓൾഡ് ഡൽഹിയിൽ പോയാൽ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന ബോർഡ് അവിടുത്തെ ആ വലിയ റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഉൾക്കുളിരാണ് അനുഭവപ്പെടുക. റെയിൽവേ സ്റ്റേഷനൊന്നും അവിടെ ഇല്ല, ഹസ്രത്ത് നിസാമുദ്ദീൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വച്ചിരിക്കുന്നു. അതൊരു ദേശത്തിൻ്റെ അടയാളമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയാണ് ആ മഹാത്മാവിൻ്റെ മഹത്വത്തെ നമുക്ക് അളക്കുവാൻ സാധിക്കുക. എത്രയോ തവണ ആ നാമങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു, ആയിരക്കണക്കായ ആളുകൾ അവിടെ എത്തുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ മക്ബറയിലേക്ക് ആളുകൾ എത്തുന്നു. രാവും പകലും അവിടെ വ്യത്യാസമില്ല എന്നുള്ളതാണ്. നമ്മുടെ കൊറോണയുടെ സമയത്ത് പോലും ഡൽഹിയിൽ വാചാലമായിരുന്നൊരു പ്രദേശം അതായിരുന്നു, ജനനിബിഡമായിരുന്നൊരു പ്രദേശം അതായിരുന്നു. മറ്റു പല പ്രദേശങ്ങളും അന്ന് അടച്ചിടപ്പെട്ടു, ആളുകൾ അങ്ങോട്ട് പോകാനൊക്കെ പേടിച്ചു, നഗരങ്ങളിലെ മറ്റു ഭാഗത്ത്. പക്ഷേ ഹസ്രത്ത് നിസാമുദ്ദീനിൽ അപ്പോഴും വലിയ തിരക്കായിരുന്നു. ദ്വാരക്കാൻ വേണ്ടിയും അവിടെ സിയാറത്തിന് വേണ്ടിയുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോയി കൊണ്ടിരുന്നു. അപ്പം ആ മഹാത്മാവിൻ്റെ മഹത്വമാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും ഒക്കെ മഹത്വം. അത് ദേശ കാലാന്തര വ്യത്യാസമന്യേ അതിന് ഓർമ്മിക്കപ്പെടുന്നു, അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി അവരും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഓർമ്മകളും അത് ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും ഓർമ്മകളാകും. വിട പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു, ഇപ്പോഴും അവർ ഓർമ്മിക്കപ്പെടുന്നു. അവർ ഗവൺമെൻറ് പ്രോട്ടോക്കോളാണ്.
ഒരു മതേതര രാജ്യമായ ഇന്ത്യ, ആ ഇന്ത്യയിൽ ഹസ്രത്ത് നിസാമുദ്ദീനും അതുപോലെ തന്നെ മഹാനായ ഖാജാ മൊയ്തീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹിയും അവരൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. ഇന്ത്യ സന്ദർശിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ മറ്റു രാജ്യത്തിലെ ഭരണാധികാരികളോ ഇവിടെ അതിഥികളായി എത്തുന്നവരോ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വരും, ബ്രിട്ടനിൽ നിന്ന് വരും, ഫ്രാൻസിൽ നിന്ന് വരും, ജർമ്മനിയിൽ നിന്ന് വരും, ജപ്പാനിൽ നിന്ന് വരും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശ പ്രതിനിധികൾ വരുമ്പോൾ അവരുടെ സന്ദർശന ലിസ്റ്റ്, ആ സന്ദർശന ലിസ്റ്റിൽ അജ്മീർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവരാഗ്രഹിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകണം ഇന്ത്യ ഗവൺമെൻറ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരു മതേതര രാജ്യത്തിൻ്റെ അടയാളങ്ങളായി സൂഫിയാക്കളും ഔലിയാക്കളുമൊക്കെ നമ്മുടെ ഇന്ത്യയിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ആ മഹത്വം അതവരുടെ ജീവിതത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അവർ അള്ളാഹുവിലേക്ക് വളരെ അടുത്തു, അള്ളാഹു അവരിലേക്ക് അതിനേക്കാൾ ഇരട്ടി വേഗതയിൽ അടുത്തു എന്നുള്ളതാണല്ലോ. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒരു ചാൺ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മുഴം അള്ളാഹു തിരിച്ച് നമ്മളിലേക്ക് അടുക്കുന്നുണ്ട്. ആ അടുപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ മുമ്പിലെത്തുന്ന പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഹൃദയത്തിൽ നോക്കിയാണ് സൂഫിയാക്കൾ സംസാരിക്കുക എന്ന് തസവുഫ് പറയുന്നുണ്ട്. സാധാരണ എല്ലാവരും മുഖത്തോട് നോക്കിയുള്ള സംസാരിക്കുന്നത്. രണ്ട് മനുഷ്യന്മാർ കണ്ടുമുട്ടുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയാണ് സംസാരിക്കുക. ഇന്നിപ്പോൾ അതുമില്ല. ഇന്നിപ്പോൾ രണ്ട് മനുഷ്യന്മാർ കണ്ടുമുട്ടിയാൽ തന്നെ രണ്ടാളെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് ഇരിക്കുക. ഇന്നങ്ങനെയാണ് സൂഫിയാക്കളുടെ ശൈലി എന്നുള്ളത്. അവർ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുക. അഹിലെ ദിൽ എന്നാണ് അവരറിയപ്പെടുന്നത്, ഹൃദയത്തിൻ്റെ ആളുകൾ. കാരണം അള്ളാഹു എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അജ്സാമിക്കും വലായില സ്വരിക്കും വലാക്കി യന്ദുറുല ഖുലൂബിക്കും എന്ന് പരിശുദ്ധ പ്രവാചകർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ആ സിഫത്ത്, ഉള്ളിനെ അറിയുക എന്നുള്ള സിഫത്ത്, വാഹിറിനെയും ബാത്തിനായ കാര്യങ്ങളെയും അറിയുക എന്നുള്ള സിഫത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സൂഫിയാക്കൾക്കും അത് കൊടുക്കുന്നു. മുഴുവനും കൊടുക്കുന്നു എന്നല്ല, അള്ളാഹു അവൻ്റെ കഴിവിൻ്റെ, അവൻ്റെ അറിവിൻ്റെ, അവൻ ആർജിക്കുന്ന അല്ലെങ്കിൽ അവൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു ജലത്തുള്ളി മാത്രമാണ് ലോകത്തിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ സമുദ്രങ്ങളാ പാരാപാരങ്ങൾ, അതിൻ്റെ ഒരു ചെറിയ തുള്ളി മാത്രമാണ് മനുഷ്യന് കൊടുത്തിട്ട്. ആ ചെറിയ തുള്ളി വിജ്ഞാനം കൊണ്ട് തന്നെ മനുഷ്യ ഇപ്പം നട്ടം തിരിയാണല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ കഴിവ്, ആ കഴിവിൻ്റെ ഒരു ചെറിയ അംശം മനുഷ്യന് നൽകിയാൽ പോലും അത് അവന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമ്പോൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയും. എല്ലാവരുടെയും ഉപകാരത്തിന് വേണ്ടി അത് സമർപ്പിക്കുവാൻ കഴിയുന്നു. പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം മാറ്റുവാൻ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം മാറ്റാൻ, മാനസികമായിട്ടുള്ള പ്രയാസത്തിൽ ജീവിതം തന്നെ ഒരു വലിയ ഭാരമായി അനുഭവപ്പെടുന്നവർക്ക് ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുവാൻ, ജീവിതത്തെ ആയാസരഹിതമാക്കി മാറ്റുവാൻ ഒരു സൂഫിയുടെ, ഒരു വലിയൻ്റെ സാന്നിധ്യം മതി. അതുകൊണ്ടാണ് അവർ ആദരിക്കപ്പെടുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്തും അവർ ആദരിക്കപ്പെടുന്നു, മരണാനന്തരവും അവരവരുടെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്, രാജ്യത്തിന്, ലോകത്തിന്, മനുഷ്യർ. അവിടെ ജാതി മതമൊന്നുമില്ല.
അയാളുടെ മുമ്പിലെത്തുന്ന വിശ്വാസിയെയും അവിശ്വാസിയെയും അവർ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം അള്ളാഹു എല്ലാവർക്കും, അള്ളാഹു റഹ്മാൻ റഹീമുമാണല്ലോ. അവൻ ആരാധിക്കുന്നവർക്കും ഗുണം ചെയ്യുന്നവനാണ്, അല്ലാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണല്ലോ അള്ളാഹു. ആ സിഫാത്തുകളിൽ സൂഫികൾക്കും അള്ളാഹു കൊടുക്കുന്നുണ്ട്. അവരവരുടെ മുമ്പിലെത്തുന്ന എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. ഇപ്പോൾ തിപ്പഞ്ചി ഉസ്താദുണ്ട്, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നൊരു മഹത് വ്യക്തിത്വമാണ് തിപ്പഞ്ചേരി ഉസ്താദ്. കുട്ടിസന്താരിയും ഒക്കെ നിരന്തരമായി, കൊളവണ്ണയൊക്കെ നിരന്തരമായി അവിടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരായിരുന്നു. അപ്പം അദ്ദേഹത്തിന് മുമ്പിൽ എത്തുന്ന ആൾക്കാർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ആ പ്രദേശത്തൊക്കെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും അദ്ദേഹത്തെ കാണാൻ വരും. അദ്ദേഹം അവരുമായി സംസാരിക്കും, അവർക്ക് ആവശ്യമുള്ളത് ചൊല്ലിക്കൊടുക്കും, പറഞ്ഞു കൊടുക്കും. വലിയ സൂഫിയാക്കൾ അങ്ങനെയാണ്, അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ളവരങ്ങനെയാണ്. കാളമ്പാടി ഉസ്താദിനെ കുറിച്ചും ഒരു കഥയല്ല, യാഥാർത്ഥ്യമാണ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാളമ്പാടി ഉസ്താദ് ഒരു സൂഫിവര്യനായ ഒരു ആര്യമായിരുന്നില്ല. ജാമ്യയുടെ പ്രിൻസിപ്പളായിരുന്നു, സംസ്ഥ ജമിയത്തുലമയുടെ മുശാവറ മെമ്പറായിരുന്നു. ഉന്നത ശ്രേണിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠരായിരുന്നു. ഇപ്പോൾ കാളമ്പാടി ഉസ്താദിൻ്റെ അദ്ദേഹം വീട്ടിലുണ്ടാകുമ്പോൾ തൊട്ടടുത്ത വീടുകളിലുള്ള താമസക്കാരുണ്ടാവും. മുസ്ലിംകൾ മാത്രമല്ല, ഇതര മതസ്ഥയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇതര മതത്തിൽപ്പെട്ട സ്ത്രീ. അപ്പോൾ അവർ കാളമ്പാടി ഉസ്താദ് അവിടെ ഇരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കൊലായിൽ ഇരിക്കുമ്പോൾ ഇവർക്കൊക്കെ പേടിയാണ്, അതിലെങ്ങനെ കടന്നു പോകാൻ പേടിയാണ്. അതിലൂടെയാണ് വഴിയുള്ളത്. പക്ഷെ മൂപ്പരവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ നമ്മളതിലെ പോവാ എന്ന് വിചാരിച്ച് അവരെങ്ങനെ വളഞ്ഞ് ചുറ്റി പോകുന്നത് മൂപ്പരെ ശ്രദ്ധയിൽപ്പെടും. അപ്പം മൂപ്പരവിടെ വിളിക്കും, നിങ്ങൾ എന്തിനാ അങ്ങനെ പോണത്? എൻ്റെ മുന്നിൽ കൂടി തന്നെ പോയിക്കോളി, ഞാൻ അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ വഴി ചുറ്റി പോണത്? എൻ്റെ മുന്നിൽ കൂടി തന്നെ പോയിക്കോളി എന്ന് പറഞ്ഞ് ഇതര മതസ്ഥരായ ആണും പെണ്ണൊക്കെ ഉണ്ടാവും. അവരോട് സാന്നിധ്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. അവരുസ്താദല്ലേ, വലിയ മഹാനല്ലേ എന്ന് വിചാരിച്ച് അകന്നു പോകുമ്പോഴും അവരടുത്ത് വിളിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം അവർ ചൊരിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സൂഫിയാക്കളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കുമാണ്, എല്ലാ മനുഷ്യർക്കും അവരനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. ജാതിയും മതവും കക്ഷിയും ഒന്നും നോക്കില്ല. ഇവിടെ തന്നെ എത്രയോ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ. അവരുടെ ദേശങ്ങൾ പൂർത്തീകരിക്കുവാൻ, അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കുവാൻ. കാരണം രോഗം എല്ലാവർക്കും വരാറ്, ജാതിയും മതവും നോക്കിയിട്ടല്ല മാറാ രോഗങ്ങളൊക്കെ വരുന്നത്. അത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോട് വന്ന് പരാതിപ്പെടും, അവർക്ക് ഇവിടെ നിന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആ മഹാത്മാരെ ഓർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് കാലത്തും നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മളതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പകരം അക്രമവും ഏറ്റുമുട്ടലും വിഭാഗീയതയും അകൽച്ചയും ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ന് എല്ലാവരും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും സഹിഷ്ണുതയോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുമ്പോഴാണല്ലോ ഐശ്വര്യം ഉണ്ടാവുക, നേട്ടങ്ങളും മാറ്റങ്ങളും വളർച്ചയും ഒക്കെ ഉണ്ടാവുക. അപ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് പരസ്പരം സ്നേഹിച്ച് കഴിയുന്ന ജനതയാണ്. ഇന്ന് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ മുബഷിർ പറഞ്ഞ പോലെ അതൊരു പൈശാചികത ആണ്. പൈശാചികതയുടെ പിറകെ പോകാനാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും താല്പര്യം. അതാണ് യുദ്ധങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പം യുദ്ധം തുടങ്ങി വെച്ചവർക്ക് ഇപ്പോൾ എങ്ങനെ തീർക്കേണ്ടിയെന്നറിയില്ല.
ഇനി അതിന് ഏത് ശൈത്താനാ വരണ്ടിയെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും അല്ലാഹു ആ യുദ്ധങ്ങളും അസമാധാനങ്ങളുമൊക്കെ തീർത്തു കൊടുക്കുമാറാകട്ടെ, നിരന്തരമായ സമാധാനത്തെ എത്തിക്കട്ടെ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ ആൾക്കാർ, ഗൾഫ് രാജ്യക്കാരല്ല യുദ്ധം ഉണ്ടാക്കിയത്. അമേരിക്കയും ഇസ്രായേലും യുദ്ധം ഉണ്ടാക്കി, പക്ഷെ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ യുദ്ധത്തിലൊന്നും ഉൾപ്പെടാത്ത ഗൾഫിലെ ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി മലയാളികൾ ധാരാളം ഉണ്ടല്ലോ. 1 കോടിയോളം ഇന്ത്യക്കാരവിടെയുണ്ട്. അതിൽ തന്നെ ഒരു കൂടുതലും മലയാളികളുമാണ്. ആ മലയാളികൾ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ, സമാധാനത്തെയും ശാന്തിയും എത്തിക്കട്ടെ. ഒരുപാട് പേർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല, കുടുംബങ്ങളെ കാണാൻ പറ്റുന്നില്ല, അവരെ സന്ദർശിക്കാൻ പോയ കുടുംബങ്ങൾക്ക് തിരിച്ച് വരാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സങ്കീർണത അതെല്ലാം അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ സമാധാനത്തെ ഗൾഫിലും അതുപോലെ തന്നെ ആ യുദ്ധ മേഖലകളിലുമൊക്കെ അള്ളാഹു സമാധാനത്തെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. CM മഖാമ് ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യതീംഖാനയുണ്ട്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മതഭൗതിക സ്ഥാപനങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ധാരാളം കുട്ടികൾ പഠിക്കുന്നു. വിവിധ കോഴ്സുകളിൽ ചേർന്നവരൊക്കെ പഠിക്കുകയാണ്. വഫിയ കോഴ്സൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ശരിയ കോളേജുണ്ട്, യതീംഖാനയുണ്ട്, സ്കൂളുണ്ട്. അതിലൊക്കെ നല്ല നിലക്ക് പഠനം നടത്തി മുന്നേറുവാൻ ആ വിദ്യാർത്ഥിനിക്ക് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നേരത്തെ അറബി കോളേജിലെ പ്രവേശനത്തെക്കുറിച്ച് ഫൈസി ഇവിടെ പറയുകയുണ്ടായി, ഫൈസൽ ഫൈസി. അതിലിനിയും ചേരാത്തവർ കുട്ടികളെ അതിലൊക്കെ ചേർത്തിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിന് മുതൽക്കൂട്ടാകുവാൻ എല്ലാവരും തയ്യാറാകണം എന്നുകൂടി സാന്ദർഭികമായി ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തെ അല്ലാഹു ഉത്തരോത്തരം വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും എത്തിച്ചു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.